പോലെ അസാധ്യ ഫാനാണ് വിജയുടെ. കാരണം എനിക്ക് തോന്നുന്നു ഹരി ഒരു പക്ഷേ ഈ വിജയ് ചിത്രമൊക്കെ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ പോയി കാണുന്ന ആളാണെന്ന് തോന്നുന്നല്ലേ. എങ്ങനെയാണ് ഈ ഒരു വിജയിലേക്ക് ഹരി ആകർഷിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഹരി? അല്ല, തീർച്ചയായും നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ ഈ വിജയ് സിനിമകളിലേക്ക് ആകർഷണമാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ സിനിമകൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഈ ഗില്ലി 2004 സിനിമകൾ ആ ഒരു സിനിമയിലേക്ക് വന്നതിന് ശേഷം ഒരു ആക്ഷൻ ഹീറോ ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമല എന്ന സിനിമയിലൂടെ ആക്ഷൻ ഹീറോ ആയതിനു ശേഷം ഗില്ലി, പിന്നീടാണ് നമ്മൾ ഈ സച്ചിനും യൂത്തും ഒക്കെ നമ്മൾ റീവിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗില്ലിയുടെ റിലീസൊക്കെ തന്നെ വലിയ ആഘോഷമാക്കിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഗോട്ട് എന്ന സിനിമ സെപ്റ്റംബർ 5 റിലീസ് ആവാനിരിക്കെ തന്നെ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു കൊടിയുമായി വിജയ് വരുമ്പോഴേക്കും അത് മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ്. മാത്രമല്ല വിജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരിയറിലെ പീക്ക് ടൈം ആണെന്ന് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് പീക്ക് ടൈം എന്ന് പറയുമ്പോൾ വിജയ് നമ്മളിപ്പോൾ 2015 മുതൽ അല്ലെങ്കിൽ 14 മുതൽ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അദ്ദേഹം ഈ സിനിമകളിൽ നടത്തുന്ന ഓഡിയോ ലോഞ്ച് പരിപാടികൾ അത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ സിനിമകളിലെ മാസ് ഡയലോഗുകൾക്ക് അപ്പുറം ഈ ഓഡിയോ ലോഞ്ച് പരിപാടികളിൽ വിജയ് നടത്തുന്ന ഒരു പ്രസംഗങ്ങളുണ്ട്. ഈ പ്രസംഗങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയപരമായി വിജയ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതിനുള്ള വ്യക്തമായ സൂചനകൾ അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെർസൽ എന്ന സിനിമ ആയിക്കോട്ടെ, സർക്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലിയോ എന്ന സിനിമയിൽ അദ്ദേഹം സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന മകനായി വളരുന്നു, കാരണം അച്ഛൻ ആഗ്രഹമുണ്ട് മകനെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ആ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്, വിജയ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു കൃത്യമായ പ്ലാനിങ് ഈ ബേസിസിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അതെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ മാത്രം നടക്കുന്നതാണ്. അതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതൊന്നുമല്ല. പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സ്റ്റഡി ഇതിൻ്റെ പിന്നിൽ അദ്ദേഹം വർഷങ്ങളായി തന്നെ നടത്തുന്നുണ്ട്. അതിനുള്ള പ്രയത്നങ്ങൾ തന്നെ ഈ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹം ആകെ ജനങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു അവസരമാണ് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത്. ഈ ഓഡിയോ ലോഞ്ച് പരിപാടികളിലാണ് അദ്ദേഹം ഈ പ്രസംഗങ്ങൾ നടത്തുന്നത്. അത് സിനിമയെ കുറിച്ച് മാത്രമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം എങ്ങനെയായിരിക്കണം തമിഴ്നാട് ഗവൺമെൻറ് മാറേണ്ടത്, എങ്ങനെയൊക്കെ ഒരു സർക്കാർ വളരണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ അദ്ദേഹം എല്ലാ ഓഡിയോ ലോഞ്ച് പരിപാടികൾക്കും, കൃത്യമായി പറയണമെങ്കിൽ എല്ലാ സിനിമകൾക്കും. ബീസ്റ്റ് എന്ന സിനിമയിൽ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ആരാധകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഗോട്ട് എന്ന സിനിമയിൽ പല തിയേറ്ററുകളിലും ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു. ആദ്യ ഷോയിലുള്ള ടിക്കറ്റുകളൊക്കെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണം മറ്റുള്ള തിയേറ്ററുകളിലൊക്കെ നോക്കാനുണ്ട് ടിക്കറ്റുകൾ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ്, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ, ഇപ്പോൾ ഗോട്ട് എന്ന സിനിമയിൽ തന്നെ ഓരോ അപ്ഡേറ്റുകൾ പുറത്ത് വരുമ്പോഴേക്കും മറ്റുള്ള തമിഴ് നടന്മാരെ വെച്ച് നോക്കുമ്പോഴേക്കും അതുണ്ടാക്കുന്ന റെക്കോർഡുകൾ, അദ്ദേഹം ഓരോ സിനിമകളിലേക്കും അത് ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ് വേറെയാണ്. പക്ഷേ രാഷ്ട്രീയം വേറെയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താരാധിപത്യം എത്രമാത്രമാണെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പീക്ക് ടൈമിൽ അദ്ദേഹം നിൽക്കുമ്പോഴേക്കും സിനിമ തന്നെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഇറങ്ങുക എന്നുള്ളത് ഒരു ചെറിയ തീരുമാനമല്ല. ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹം മുന്നോട്ട് വരിക, അതിന് കൃത്യമായി തന്നെ ഒരു പാത്ത് ലൈൻ അദ്ദേഹം സിനിമകളിലൂടെ തന്നെ സൃഷ്ടിക്കുന്നുമുണ്ട്. ഈ ഗോട്ട് എന്ന സിനിമയിലെ ആദ്യത്തെ ഗാനത്തിലെ ഒരു ചെറിയ പോർഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. മൈക്കെടുത്ത് ക്യാമ്പയിൻ തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. അതും ഒരു ചെറിയ സറ്റാരിക്കൽ രീതിയിലാണ് ആ ഒരു പോർഷൻ തന്നെ വരുന്നത്. അപ്പോൾ ഈ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ സിനിമകളിൽ നിന്നും മാറിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഗോട്ട് എന്ന ചിത്രത്തിന് ശേഷം എച്ച് വിനോദുമായിട്ടൊരു ചിത്രം സൈൻ ചെയ്തിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എന്ന് മനസ്സിലാക്കുന്നു. 69 അതെ. ആ ഒരു 2 സിനിമയേ ഉള്ളൂ ഹരി. ഇനിയിപ്പം ഒരു പുതിയ സിനിമയുടെ റിലീസ് എന്ന് പറയുമ്പോൾ ഈ പാലഭിഷേകത്തിലൊക്കെ പോയ ആളായിരിക്കണം ഒരു പക്ഷേ ഹരി, അല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ കഴിഞ്ഞ സിനിമകളിലൊക്കെ തന്നെ ഇപ്പോൾ ലിയോയ്ക്ക് വരെ നിന്ന സമയത്തൊക്കെ ആദ്യ ഷോയ്ക്ക് തന്നെ ഫാൻസിന്റെ കൂടെ സിനിമ കാണുക എന്നുള്ളത് വേറൊരു അതിന്റെ ഒരു മൂഡ് എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഒരു തിയേറ്ററിൽ ഒരു വേറെ വൈബാണ്. ഇപ്പോൾ 6 മണിക്കാണ് ഷോ എങ്കിൽ ഏകദേശം ഒരു 5 മണിയോട് കൂടി തന്നെ തിയേറ്റർ ഫുള്ളായിരിക്കും. അതിനുശേഷം കൊട്ടും മേളവും പാലഭിഷേകം ഇപ്പം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ കുറവാണ്. പക്ഷേ ഈ നാസിക് ഡോൾ പരിപാടികളും അതിനുശേഷമുള്ള ബഹളവും, ഇപ്പോൾ ടിക്കറ്റുകളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഈ പേപ്പർ വലിച്ചെറിയുന്ന പരിപാടിയൊന്നും ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷെ ആർപ്പ് വിളികളും മേളവും ഒക്കെയായി ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ഒരു വിജയ് ചിത്രം കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഒരു വിജയ് ചിത്രം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് താരങ്ങളുണ്ടല്ലോ, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ അവരുടെ ആരുടെയെങ്കിലും സിനിമയിൽ ഇങ്ങനെ ആവേശം കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മോഹൻലാൽ, മമ്മൂട്ടി പോലുള്ള താരങ്ങൾ വർഷത്തിൽ ഒരു സിനിമയല്ല ചെയ്യുന്നത്. അവർ വർഷത്തിൽ ഒരു 5-6 സിനിമകൾ വെച്ച് അവരുടെ വരുന്നുണ്ട്. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു ചിത്രം മാത്രമാണ്. വർഷത്തിൽ ഒരു ചിത്രം ഒരു സെലിബ്രേഷൻ മൂഡാക്കി ആരാധകർക്ക് വേണ്ടി മാറ്റുക എന്നുള്ളത് തന്നെയാണ്
അതിന് ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഈ തമിഴ് ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടി ഞാൻ ഒരു വാക്ക് സംസാരിച്ചിട്ട് ഞാൻ നിർത്താം. പക്ഷേ വിജയ് ചിത്രങ്ങൾ നിർത്തുന്ന ഒരു അവസ്ഥയിൽ ഒരു തമിഴ് ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. കാരണം ഒരു സെപ്റ്റംബർ 5-നാണ് ഗോട്ട് റിലീസ് ആവുന്നത്. സെപ്റ്റംബർ 7-ന് റിലീസ് ആവാനിരുന്ന ദുൽഖർ ചിത്രം, തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കറിന്റെ റിലീസ് ഡേറ്റ് അവർ മാറ്റിവെച്ചിരിക്കുന്നു. വേറെ ഒറ്റ ചിത്രം പോലും സെപ്റ്റംബർ 5-ന് ക്ലാഷ് ഇല്ല. തമിഴ്നാട്ടിൽ എല്ലാ തിയേറ്ററുകളിലും ആ ദിവസം കളിക്കുന്ന ഒരേ ഒരു സിനിമ ഗോട്ടാണ്. അതെന്തുകൊണ്ടാണ്? വിജയ്ക്ക് മുന്നിൽ ഒരു ക്ലാഷ് വെക്കാൻ ഒരു താരങ്ങൾക്കും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. ഒക്ടോബർ 10-ന് രജനീകാന്ത് ചിത്രം വേട്ടയ്യനുണ്ട്, സൂര്യ ചിത്രം കങ്കുവയുണ്ട്. ഇത് തമ്മിലൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. പക്ഷെ സെപ്റ്റംബർ 5-ന് ഒരു താരങ്ങളും മറ്റൊരു സിനിമ പോലും വരാത്തത് വിജയ് ചിത്രമാണെങ്കിൽ ആളുകൾ അതിലേക്ക് തന്നെ കയറുള്ളൂ. വേറെ ഒരു സിനിമകൾക്കും ആളുകൾ പോവില്ല. അത്രമാത്രം ഇമ്പാക്റ്റ് വിജയ്ക്ക് ഉണ്ട് എന്നുള്ളത് അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ ഒട്ടാകെ. അതുകൊണ്ടാണ് ഞാൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ കോട്ട് ചെയ്തത്. സൗത്ത് ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ വിജയ് ചിത്രം വരികയാണെങ്കിൽ അതിലേക്ക് നീങ്ങും. മറ്റൊരു പ്രൊഡ്യൂസേഴ്സും ആ ഒരു സിനിമയ്ക്ക് മുന്നിൽ ക്ലാഷ് വെക്കാൻ വരില്ല. അതുകൊണ്ട് തന്നെ ഈ വിജയ് ചിത്രങ്ങൾ മാറുമ്പോൾ ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറുന്നതായിട്ടും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഇൻഡസ്ട്രിയുടെ തന്നെ റവന്യൂ ജനറേഷൻ കുറയും. അതൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നും കൂടി എടുത്തു പറയുന്നു. ഒരുപക്ഷെ ഹരി ഇത്ര വികാരനിർഭരനായി സംസാരിച്ച മറ്റൊരു ലൈവ് ഉണ്ടാവില്ല അല്ലേ? വിജയെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് ഹരിക്ക്. ശരി ഹരി.